പ്രസാദേ, നിങ്ങൾക്ക് ആക്സെപ്റ്റൻസ് ഉണ്ടോ, ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടോ? സർവദുഃഖാനാം ഹാനി, ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം, അതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ ഭഗവാന്റെ നിശ്ചയമാണ്, അത് ഞാൻ ചെയ്തു വെച്ച കർമ്മഫലമാണ്, അത് ഞാൻ തന്നെ അനുഭവിക്കേണ്ടതുണ്ട്. ഇതിൽ പരാതി പറഞ്ഞതുകൊണ്ടോ ദുഃഖം പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല. ഞാൻ ആരോടും എൻ്റെ വിഷമം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇതിനെ ഭഗവാന്റെ പ്രസാദമായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ടൊന്നും മനസ്സിൽ നിന്ന് പോവില്ലേ? കുറേ കേട്ട് 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 ഉറപ്പിക്കണം, കുറേ മനസ്സിനെ പരിവർത്തനം വരുത്തണം. പെട്ടെന്നൊന്നും നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞു പോവുകയാണ് എല്ലാം ഭഗവാന്റെ പ്രസാദമായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, പല്ല് കടിച്ചിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് പെട്ടെന്നൊന്നും നിങ്ങൾക്ക് പ്രസാദ ബുദ്ധിയോടുകൂടി സ്വീകരിക്കാൻ സാധിക്കില്ല. ക്രമേണ നമ്മുടെ മനസ്സിനെ പരിവർത്തനം ചെയ്തെടുക്കണം. അതിനെന്ത് വേണം പറയണു? അതിന് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരേണ്ടത് എവിടേക്കാണ്? അടുത്ത ശ്ലോകം പറയണു, ചേതഖലസ്യ ബന്ധായ മുക്തയേ ച ആത്മനോമതം ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയേ. ഭഗവാൻ മുക്തിയെ നിർവചിക്കുകയാണ്. എന്താണ് മുക്തി? എന്താണ് ദുഃഖജീവിതം? ചേത എന്ന് പറഞ്ഞാൽ ചേതസ്. എന്താ ചേതസ് എന്ന് പറഞ്ഞാൽ? ചേതസ് എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നർത്ഥം. ചേതസ് മനസ്സ്. ഖലു തീർച്ചയായിട്ടും, ബന്ധായ നമ്മളെ ബന്ധിക്കുന്നത് മുഴുവൻ മനസ്സാണ്. അപ്പം നമ്മൾ ശ്രദ്ധ വയ്ക്കേണ്ടത് ശരീരത്തിലേക്കല്ല, മനസ്സിലേക്കാണ്. നമ്മളെ ബന്ധിക്കുന്നത് മുഴുവൻ മനസ്സാണ്. ഇനിയോ നിങ്ങളെ മുക്തിയിലേക്ക് നയിക്കുന്നതും ആരാണ്? മനസ്സാണ്. അപ്പം മനസ്സിന് നമ്മളെ ബന്ധിക്കാനും സാധിക്കും, മനസ്സിന് നമ്മളെ മുക്തിയിലേക്ക് നയിക്കാനും സാധിക്കും. മനസ്സൊരു കീ പോലെയാണ്, താക്കോല് പോലെയാണ്. ഒരു വശത്തേക്ക് തിരിച്ചാൽ ലോക്ക് ചെയ്യാൻ പറ്റും, മറുവശത്തേക്ക് തിരിച്ചാൽ ലോക്ക് ഓൺ ചെയ്യാൻ പറ്റും. ഒരു തോണിയെ പോലെയാണ് മനസ്സ്. ഇക്കരെ നിന്ന് അക്കരയ്ക്ക് എത്തിക്കുന്നതും തോണിയാണ്, അക്കരെ നിന്ന് ഇക്കരയ്ക്ക് എത്തിക്കുന്നതും തോണിയാണ്. ഇതുപോലെ നമ്മുടെ മനസ്സിന് ബന്ധിക്കാനും സാധിക്കും, നമ്മുടെ മനസ്സിന് മുക്തമാക്കാനും സാധിക്കും. സംസാര ദുഃഖം തരാനും മനസ്സിന് സാധിക്കും, സംസാരത്തിൽ നിന്ന് ഉയർത്താനും മനസ്സിന് സാധിക്കും. അപ്പോൾ ചോദിക്കുകയാണ്, ഏത് മനസ്സ് നമ്മളെ ബന്ധിക്കും, ഏത് മനസ്സ് നമ്മളെ മുക്തരാക്കും? അറിഞ്ഞിരിക്കണ്ടേ? എന്താ ചോദ്യം? ഏത് മനസ്സാണ് നമ്മളെ ബന്ധിക്കുന്നത്, ഏത് മനസ്സാണ് നമ്മളെ മുക്തരാക്കുന്നത്? ഭഗവാൻ പറയുന്നു, ഗുണേഷു സക്തം ബന്ധായ. ഏത് മനസ്സാണ് ബന്ധിക്കുന്നത്? ഗുണങ്ങളിൽ ആസക്തിയുള്ള മനസ്സ് ബന്ധിക്കും. അപ്പം ഗുണം എന്നുള്ള വാക്ക് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഒരു വശത്ത് ആസക്തിയുള്ള മനസ്സ് ബന്ധിക്കും. അപ്പം ഏത് മനസ്സ് നമ്മളെ മുക്തരാക്കും? രഥം എന്ന് പറഞ്ഞാൽ രതി. രതീവ പുംസി മുക്തയെ. പുംസി എന്ന് പറഞ്ഞാൽ ഭഗവാൻ. ഇവിടെ പുരുഷനെയാണ് പുംസി എന്ന് പറയുന്നത്. അപ്പോൾ പുരുഷനിൽ രതിയുള്ള മനസ്സ് മുക്തയെ, മുക്തിയിലേക്ക് നയിക്കും. അപ്പം ഒരു വശത്ത് നമ്മളെ ബന്ധിക്കും, ഒരു വശത്ത് മുക്തിയിലേക്ക് നയിക്കും. അപ്പം എന്താ അവിടെ ഗുണം എന്ന് പറയുന്നത്? ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം 3 ഗുണങ്ങളാണ് നമ്മുടെ മനസ്സിനുള്ളത്. തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. അതായത് മനസ്സിന് 3 തരം ബന്ധനങ്ങളേ ഉള്ളൂ. മനസ്സിന് എപ്പോഴും ചിന്തിക്കാൻ 3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ ശരീരവുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ കാര്യം, അല്ലെങ്കിൽ ശരീരവുമായി ബന്ധപ്പെട്ട വസ്തുക്കളുടെയും പ്രവൃത്തികളുടെയും കാര്യം, ജോലി തുടങ്ങിയുള്ള കാര്യങ്ങൾ. മൂന്നാമത് മനസ്സിന് ചിന്തിക്കാനുള്ളത് ശരീരത്തിൻ്റെ കാര്യം. അപ്പം ശരീരവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, അല്ലെങ്കിൽ ശരീരവുമായി ബന്ധപ്പെട്ട വസ്തുക്കളോ ജോലികളോ കാര്യങ്ങളോ, എന്താ സ്ഥലത്ത് വസ്തുക്കൾ, അങ്ങനെ അർത്ഥമെടുക്കൂ. വസ്തു എന്നൊക്കെ പറഞ്ഞാൽ ഒരു വ്യാപ്തി വേണേ, ആ രീതിയിൽ നിങ്ങൾ അർത്ഥമെടുക്കൂ. ഈ 3 ബന്ധനങ്ങളെ മനസ്സിനുള്ളൂ. ഇതിനെയാണ് ഗുണങ്ങൾ എന്ന് പറയുന്നത്. തമോ ഗുണം, രജോ ഗുണം, സത്വ ഗുണം. നാം വേദനകളും വിഷമങ്ങളും ചിന്തിക്കുമ്പോൾ മനസ്സ് തമോ ഗുണത്തിലാണ്. മനസ്സിലെപ്പോഴൊക്കെ ക്രോധവും തുടങ്ങിയിട്ടുള്ള വികാരങ്ങൾ വരുന്നോ, കാമക്രോധങ്ങൾ വരുന്നോ, അപ്പോൾ മനസ്സ് രജോ ഗുണത്തിലാണ്. എപ്പോൾ നമ്മൾ അഭിമാനിക്കുന്നുവോ അഹങ്കരിക്കുന്നുവോ, അപ്പം നമ്മൾ സത്വഗുണത്തിലാണ്. ഇതൊക്കെ നമ്മുടെ മനസ്സിന്, നമ്മുടെ കേമത്വം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല ഏത് ഗുണത്തിലാണ്. ചിലപ്പോൾ വലിപ്പത്തൊക്കെ പറയില്ലേ നമ്മുടെ ഒരു കല്യാണത്തിന് 2 സ്ത്രീകൾ ചേർന്നിട്ട് ഇങ്ങനെ വലിയ വർത്തമാനം പറയുകയാണ്.
എൻ്റെ മകൻ ഒരു കാർ മേടിച്ചു, മകളിപ്പോൾ ഒരു കാർ മേടിച്ചു, മരുമകനും കാർ മേടിച്ചു. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വേറെ സ്ത്രീ അവിടെ വന്നിട്ട് പറയും, ഇതിലിപ്പോൾ അത്ര വലിയ കാര്യങ്ങളൊക്കെ പറയാനുണ്ടോ? ഓരോരുത്തർക്കും ഓരോ കാറുണ്ടെന്നൊക്കെ ഇങ്ങനെ കൊട്ടിഘോഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും ആരോടും പറയാറില്ല, എൻ്റെ വീട്ടിലെ മഹത്വമൊന്നും ഞാൻ അങ്ങനെയൊന്നും അഭിമാനം വയ്ക്കാറില്ല. പറയുമ്പോൾ എൻ്റെ വീട്ടിലുണ്ട് 4 കാറുകളെന്ന്. ലാസ്റ്റ് അങ്ങോട്ട് ഒപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും അവനവൻ്റെ അഭിമാനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ എപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ, നമ്മുടെ കേമത്വം പറയുന്നുണ്ടോ, അപ്പം നമ്മൾ സത്വഗുണത്തിലാണ്. എപ്പോഴൊക്കെ നമ്മൾ കാമക്രോധ വികാരങ്ങളിലാണോ, ദുഃഖത്തിലൊക്കെയാണോ, അപ്പം നമ്മൾ കാമക്രോധ വികാരത്തിലാണോ, അപ്പം നമ്മൾ രജോ ഗുണത്തിലാണ്. എപ്പോൾ നമ്മൾ ദുഃഖിക്കുന്നു, വിഷമം പറയുന്നു, ദീനത പറയുന്നു, വിഷമങ്ങൾ പറയുന്നു, അപ്പോഴൊക്കെ നമ്മൾ തമോ ഗുണത്തിലാണ്. ഇതാണ് മനസ്സിൻ്റെ ഗുണങ്ങൾ. അപ്പം ഈ മനസ്സിൻ്റെ ഗുണങ്ങളിൽ നിന്നും മനസ്സിനെ ഉയർത്തണമെങ്കിൽ രതി എന്ത് വേണം? രതി വേണം. അതുണ്ടല്ലോ സ്വാമി ഞങ്ങൾക്ക് ധാരാളം. ആ രതി അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന രതി പുംസി ആരോട് വേണം? പുംസി എന്ന് പറഞ്ഞാൽ പൂച്ചക്കുട്ടിയോടല്ലേ? ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം അറിഞ്ഞിട്ട് വലിയ അപകടമാണ്. ആരോടാണ്? ഭഗവാനോട്. ഏത് ഭഗവാനോട്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനോട്. അപ്പോൾ ഒരു വശത്ത് ഭഗവാനോടുള്ള പ്രേമം നമ്മുടെ മനസ്സിനെ ഉയർത്തും. മറ്റുള്ള വസ്തുക്കളോടും വ്യക്തികളോടുള്ള അടുപ്പം നമ്മുടെ മനസ്സിനെ ബന്ധിച്ചു കളയും. അപ്പം മനസ്സിനെ ബന്ധിക്കാനും മനസ്സിന് ഉയർത്താനും കഴിവുണ്ടെന്ന് കണ്ടെത്തിയവരുടെ മണ്ണാണ് ഈ ഭാരത മണ്ണ്. ഭാരതം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം ഭ എന്നുള്ള അക്ഷരത്തിന് അറിവ് എന്നാണ്. രഥം എന്ന് പറഞ്ഞാൽ രതിക്കുക എന്നാണ്. അറിവിൽ രതിക്കുന്നവരുടെ മണ്ണാണ് ഭാരതം. അതായത് മനസ്സിനെ ഉയർത്തിയവരുടെ മണ്ണാണ് ഭാരതം. അപ്പം ക്രമേണ നമ്മൾ ജീവിതത്തിൽ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തോ ആവട്ടെ, നമ്മുടെ ചുറ്റുപാടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നാലും മനസ്സിനെ നമ്മൾ ആരിലേക്ക് നയിക്കണം? ഭഗവാനിലേക്ക്. ക്രമേണ എളുപ്പം നടക്കുന്നൊരു കാര്യമല്ല ഞാൻ പറയുന്നത്. കാരണം നമ്മൾ ഭഗവാനിലേക്ക് മനസ്സ് തിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ. നിങ്ങളൊരു 10 മിനിറ്റ് കണ്ണടച്ചിരുന്ന് നാമം ജപിച്ച് നോക്കൂ. ഹരേ രാമ ഹരേ രാമ. മിസ് കോൾ എത്ര വന്നു? അപ്പോൾ ഈ മിസ് കോളിൻ്റെ ചിന്തയാണ്. വീണ്ടും നിങ്ങളതൊക്കെ എടുത്തു വെച്ചിട്ട് ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇന്നലെ എന്തായിരുന്നു ഭക്ഷണം കഴിച്ചപ്പോൾ? സാമ്പാറായിരുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ. ഇന്നാരെങ്കിലും വരിക എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഹരേ രാമ അലമാരയുടെ താക്കോൽ എവിടെ വെച്ചിരിക്കുന്നത്? ഇങ്ങനെ സമയം 10 മിനിറ്റിനുള്ളിൽ 1000 ചിന്തകൾ എവിടെ വന്ന് പോവും? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മനസ്സ് സ്വസ്ഥമായിട്ടിരിക്കുന്നുള്ളത്? സാധ്യമല്ല. പണ്ട് കുരങ്ങൻ ഏകാദശി നോറ്റതുപോലെ എന്ന് പറയും. കുരങ്ങൻ ഏകാദശി നോൽക്കാനൊരു മോഹം. കുരങ്ങൻ എന്ത് ചെയ്തു? ഒരു പടല പഴമൊക്കെ സംഘടിപ്പിച്ച് മുന്നിൽ അങ്ങോട്ട് വെച്ചു. ഒരു ഇരിപ്പ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി, ഈ ഇരിപ്പിരുന്നാൽ എൻ്റെ കൈകളും എൻ്റെ ചുണ്ടും എൻ്റെ മുഖമൊക്കെ തളർന്നാൽ എങ്ങനെ പഴം കഴിക്കും ഞാൻ? ഒരു കാര്യം ചെയ്യാം, ഒന്നുകൂടി പഴം അടുത്തേക്ക് വെച്ചു. അപ്പോൾ ഒരു ചിന്ത, വേറെ ഏതെങ്കിലും കുരങ്ങൻ വന്ന് അടിച്ചു കൊണ്ടുപോയാലോ? ഒരു കാര്യം ചെയ്യാം, വാല് കൊണ്ട് കെട്ടിയിടാന്ന്. അവർക്ക് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടല്ലോ, വാല് കൊണ്ട് കെട്ടിയിട്ട് പഴം. കുറച്ചു നേരം ഇരുന്ന് ധ്യാനിച്ചപ്പോൾ തോന്നി, ഞാൻ ധ്യാനിച്ച് ഉപവസിച്ച് എനിക്ക് ആ പഴത്തോല് ഉരിയാനുള്ള ശക്തി ഇല്ലെങ്കിലോ? വേണ്ട, ആ തോലൊക്കെ ഒടിഞ്ഞിരിക്കുക. പഴത്തിന് നല്ല വാസന അടിക്കണ്ടേ? അപ്പം പിന്നെ ഒരു ചിന്ത, ധ്യാനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി, എനിക്കതെങ്ങാനും എടുത്ത് എൻ്റെ വായിലേക്ക് എത്തിക്കാൻ ശക്തിയില്ലെങ്കിലോ? ഒരു കാര്യം ചെയ്യാം, ഒരു പഴം എടുത്തിട്ട് ചുണ്ടിൽ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ചിന്ത, ഈ പഴം ആരെങ്കിലും അടിച്ചെടുത്ത് കൊണ്ടുപോയാലോ? കാരണം ഇങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോൾ ആർക്കെങ്കിലും തോന്നുമല്ലോ. അത് വായിലിട്ടു. പിന്നെ തോന്നി, ഉപവസിച്ച് വായ തളർന്നാൽ അത് ചവച്ചരയ്ക്കാൻ പറ്റിയില്ലെങ്കിലോ? അപ്പോഴും വിഴുങ്ങിയില്ലേ, ഉപവാസമാണേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി, അത് താഴോട്ട് ഇറക്കാൻ പറ്റിയില്ലെങ്കിലോ? അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി, ഏതായാലും ഇപ്പം ഈ പഴം കഴിച്ച സ്ഥിതിക്ക് മനസ്സ് അങ്ങനെ ഒരു സാധനമാണ്. വെറുതെ നമ്മളെന്നും അത് ഒരു കാര്യം ശരിയായ വിധത്തിൽ ചെയ്യാൻ സമ്മതിക്കില്ല. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന് വിചാരിക്കുമ്പോഴേക്കും എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാക്കി വയ്ക്കും. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുമ്പോഴേക്കും അടുത്ത ചോദ്യം വന്നു. നമ്മൾ വിചാരിക്കും നമ്മുടെ നിയന്ത്രണത്തിലാവും, നമ്മൾ വിചാരിക്കും നമുക്ക് സ്വസ്ഥതയും ശാന്തിയും തരും, നമുക്ക് സമാധാനം തരും എന്ന് വിചാരിച്ച് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മനസ്സ് അവസാനം നമ്മളെ വലിയ കുഴിയിൽ കൊണ്ടെത്തിക്കും.
നാം ഒറ്റപ്പെടുന്ന സമയത്ത്, അസുഖങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ധൈര്യം തരുന്നതിന് പകരം നമ്മളെ വേദനിപ്പിച്ച് താഴ്ത്തി എല്ലാ ദുഃഖവും ദുരിതവും നമുക്ക് തരും. നമ്മൾ അറിയില്ല അത്. അപ്പം അങ്ങനെയുള്ള മനസ്സിനെ നമുക്ക് ലോകത്തിലേക്ക് കൊണ്ടുപോകാനും സാധിക്കണം, പ്രശ്നങ്ങളിൽ നിന്ന് മുക്തമാക്കാനും സാധിക്കണം. ഇത് രണ്ടും നമുക്ക് സാധിക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ കൂടെയും പോവാം, ലോകത്തിൽ നിന്ന് വേർതിരിച്ച് ആരുടെ കൂടെയും പോവാം? ഭഗവാന്റെ കൂടെയും. ഇതിനെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്, മോക്ഷം എന്ന് പറയുന്നത്. മനസ്സ് ഭഗവാനിലേക്ക് തിരിക്കണം. അപ്പം അതിനെന്താ വഴി? അഹം മമ അഭിമാനൊത്തൈ കാമലോപാധിപരന്മലൈ വീതം യഥാ മനഃശുദ്ധം അദുഃഖം അസുഖം സമം. അമ്മേ, മനസ്സിൻ്റെ അഭിമാനം, അതുപോലെ കാമ ലോഭാദി മലങ്ങൾ, ഇതൊക്കെ മനസ്സിൽ നിന്ന് പോയിട്ട് അമ്മയുടെ മനസ്സ് ശുദ്ധമാവും, എല്ലാ ദുഃഖത്തിൽ നിന്നും മുക്തമാവും. അമ്മയുടെ മനസ്സ് സുഖത്തിലും ദുഃഖത്തിലും സമമാവും. അതിനെന്ത് വേണം? തഥാ പുരുഷമാത്മാനം കേവലം പ്രകൃതി പരം നിരന്തരം സ്വയം ചോദി അണിമാനമഖണ്ഡിതം. അമ്മേ, മനസ്സിൻ്റെ ശ്രദ്ധ ആരിലേക്ക് തിരിക്കണം? പുരുഷനിലേക്ക്. ഏത് പുരുഷൻ? പുരുഷൻ എന്ന് പറഞ്ഞാൽ ആണ് എന്നല്ല അർത്ഥം. ഞാൻ പറഞ്ഞു, പുരി ശയനാൽ പുരുഷ, പുരിയിൽ ശയിക്കുന്നവൻ പുരുഷൻ. ഏത് പുരിയിൽ? ഒറീസയിലുള്ള പുരിയല്ല, പൂരിയല്ല. ഏതാണ്? ഈ ശരീരമാകുന്ന പുരിയിൽ ശയിക്കുന്ന ചൈതന്യത്തെയാണ് പുരുഷൻ. ആത്മാനം സ്വയം ജ്യോതി. സ്വയം ജ്യോതി എന്ന് പറഞ്ഞാൽ അർത്ഥം സ്വയം ജ്യോതി, പ്രകാശം, അതായത് ചൈതന്യം. എപ്പോഴും ചൈതന്യമായിരിക്കുന്ന, അണിമാനം അഖണ്ഡിതം, ഒരിക്കലും ഖണ്ഡമില്ലാത്ത, ജനിച്ച അന്ന് മുതൽ ഈ നിമിഷം വരെ ഖണ്ഡനമില്ലാത്തൊരു പരമസത്യം. ആ പരമസത്യത്തിലേക്ക് മനസ്സിനെ ഉയർത്തണം. എങ്ങനെ സാധിക്കും പുത്ര? ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയുക്തേന താത്മനാം പരിപശ്യതി ഉദാസീനം പ്രകൃതിം ചഹദൗചസം. അതിനമ്മേ 3 സമ്പത്തുകൾ വേണം. മനസ്സിനെ ഉയർത്തണമെങ്കിൽ ജ്ഞാനം വേണം, വൈരാഗ്യം വേണം, ഭക്തി വേണം. ഈ സമ്പത്ത് കൊണ്ട് അമ്മയുടെ മനസ്സിനെ ആരിലേക്ക് തിരിക്കാൻ പറ്റും? ഭഗവാനിലേക്ക് തിരിക്കാൻ സാധിക്കും. അപ്രകാരം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഈ ഭക്തി ആർക്കുണ്ടോ? ന യുജ്യമാനയാ ഭക്തിയാം ഭഗവതി അഖിലാത്മനി സദൃശോസ്തി ശിവപന്താം യോഗിനാം ബ്രഹ്മസിദ്ധേ. ന യുജ്യമാനയാ ഭക്തിയാം, ഇപ്രകാരം യോജിപ്പിക്കാൻ സാധിക്കുന്ന ഭക്തി കൊണ്ട് ഭഗവതി അഖിലാത്മനി, ഭഗവാനിലേക്ക് യോജിപ്പിക്കാൻ സാധിക്കുന്ന ഭക്തി ഉണ്ടെങ്കിൽ യോഗിനാം ബ്രഹ്മസിദ്ധയേ, അവർക്ക് ബ്രഹ്മസിദ്ധി, ഈശ്വര സായുജ്യം, ആത്മസാക്ഷാത്കാരം ഇവിടെ തന്നെ നേടിയെടുക്കാൻ സാധിക്കും. ഇന്ന സദൃശോസ്തി ശിവപന്ത, ഇതിനേക്കാളും എളുപ്പമായ മാർഗം വേറെ എനിക്ക് കാണാനില്ല അമ്മേ. അതുകൊണ്ട് അമ്മയ്ക്കിത് വളരെ എളുപ്പം സാധിക്കും. അമ്മയുടെ മനസ്സിനെ ഉയർത്താൻ സാധിക്കും. അമ്മ ചെയ്യേണ്ടത് മയി അനന്യേന ഭാവേന ഭക്തിം കുർവന്തിയേ ദൃഢം മൽകൃതേ തെക്തകർമാണ തെക്തസ്വജന ബാന്ധവാം. അമ്മയുടെ മനസ്സ് അനന്യഭാവേന ഭക്തിം കുർവന്തി ദൃഢമായി അനന്യഭാവത്തോടുകൂടി എന്നിലേക്ക് മനസ്സുറപ്പിക്കണം. ഭാഗവതത്തിൽ ആവർത്തിച്ചു വരുന്നൊരു പ്രയോഗമാണ് അനന്യം അനന്യം അനന്യെന്ന്. നമ്മുടെ മനസ്സ് നമ്മൾ അത്രയും ഉയർത്തിയിരിക്കണം. ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധം അന്യബന്ധമാവരുത്. നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം ഭാരതീയ ഋഷീശ്വരന്മാർ ഉറപ്പിക്കുന്നൊരു വാക്കാണ് അനന്യം എന്ന്. അനന്യം എന്ന് പറഞ്ഞ ശബ്ദത്തിനർത്ഥം, അന്യം എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾ എനിക്ക് അന്യരാണെന്ന് പറഞ്ഞാൽ വേറെ വേറെയാണ്. എന്നാൽ നമ്മൾ ശ്വസിക്കുന്ന വായു ഒന്നാണല്ലോ, ശ്വസിക്കുന്ന വായു ഒന്നാണ്. നമ്മൾ ആ തലത്തിൽ നോക്കിയാൽ നമ്മൾ അനന്യരാണെന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വായു പറയണം, ഓക്സിജൻ പറയണം, ഇവിടെയുള്ള എല്ലാവരും എനിക്ക് അനന്യരാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എന്നിൽ നിന്ന് അന്യരായി ആരുമില്ല എന്ന് വെച്ചാൽ എന്താർത്ഥം? എന്നിൽ നിന്ന് വിട്ട് ഒരുത്തനും ഇവിടെ നിലനിൽക്കാൻ സാധ്യമല്ല. ഓക്സിജൻ പറയുന്നത് പോലെ, വായു പറയുന്നത് പോലെ ഭഗവാൻ പറയുകയാണ് എല്ലാവരും എനിക്ക് അനന്യരാണെന്ന് പറഞ്ഞാൽ ഭഗവാനെ വിട്ട് ഒരാൾക്കും ഇവിടെ നിലനിൽക്കാൻ സാധ്യമല്ല. അപ്പം ഭഗവാനിൽ നിന്ന് നമ്മൾ അന്യരല്ലെങ്കിൽ നമുക്ക് ഭഗവാനും അന്യനാവാൻ പാടില്ല. നമ്മൾ അമ്പലത്തിലൊക്കെ പോയി ഉണ്ടല്ലോ, ചിലർ ഉറപ്പിച്ച് കളയുന്നത് ഇതാണ്, ഭഗവാൻ എന്ന് പറയുന്നത് അമ്പലത്തിലിരിക്കണമെങ്കിൽ അന്യനാണ് ഭഗവാൻ. അതാണ് ഭട്ടതിരിപ്പാട് വളരെ വിഷമത്തോടു കൂടിയിട്ട് നമ്മളോട് പറയുന്നത്, ദുർലഭ്യവസ്തും നബി സുലഭതയാ ഹസ്തലബ്ധേയതന്യൽ
തൻവാചാദിയാവാ ഭജതി ഭജന ക്ഷുദ്രദൈവസ്ഫുടേയം. ഭഗവാനെ നിങ്ങൾ അന്യൽ ഭജതി, അന്യനായി ഭജിക്കുന്നുവെങ്കിൽ ക്ഷുദ്രദൈവസ്ഫുടേയം, ഇത് മനസ്സിൻ്റെ ക്ഷുദ്രതയാണ്. ഞാൻ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. ഭഗവാൻ ഗീതയിൽ വീണ്ടും പറഞ്ഞു, അവജാനന്തി മാമൂഢ മാനുഷിം തനുമാശ്രിതം. നിങ്ങൾ എന്നെ ഒരു മനുഷ്യൻ്റെ തനു, മനുഷ്യരൂപത്തിൽ കണ്ട് എന്നെ ഭജിക്കുന്നുവെങ്കിൽ നിങ്ങൾ മൂഢരാണ്. കാരണം നിങ്ങൾ നിങ്ങളെ എന്നിൽ നിന്നും മാറ്റി നിർത്തുകയാണ്. എന്നാൽ ഞാനും നിങ്ങളും അല്പം പോലും വ്യത്യസ്തരല്ല. ഞാൻ നിങ്ങളുടെ അന്തരാത്മാവായി വാസ്തവത്തിൽ നിങ്ങൾക്ക് നിലനിൽപ്പ് തരുന്നത് തന്നെ ആരാണ്? ഭഗവാൻ തന്നെയാണ്. നോക്കൂ, ഈ രീതിയിൽ നിങ്ങളതിനെ മനസ്സിലാക്കിയെടുക്കൂ. വായു നമ്മളോട് പറയുകയാണ്, അത് മനസ്സിലാക്കാൻ പ്രയാസമല്ലല്ലോ. പറയുന്നത് മനസ്സിലാവുണ്ടോ? അന്തരീക്ഷത്തിലുള്ള വായു നമ്മളോട് പറയുകയാണ്, എനിക്ക് ഇവിടെ ഉള്ളവരൊക്കെ അനന്യരാണ്. അത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വായു ഇല്ലെങ്കിൽ ഒരാൾക്കും ഇവിടെ നിലനിൽപ്പില്ല. അതല്ലേ സത്യം? ഇതുപോലെ നമ്മൾ ആ വായുവിൻ്റെ സ്ഥാനത്ത് ആരെ വെക്കണം? ഭഗവാനെ വെച്ച് നോക്കൂ. അപ്പം നമുക്ക് മനസ്സിലാവും എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യം